പുകമഞ്ഞുപോലെ വെള്ളം പതഞ്ഞ് ചിതറി വീണുകൊണ്ടിരുന്നു. മുഖത്ത് പതിച്ച വെള്ളത്തുള്ളികൾ താടിയിലൂടെ ഉരുണ്ടിറങ്ങുന്നത് അവൻ അറിഞ്ഞു. നഗ്നപാദങ്ങൾക്കടിയിൽ തിരമാലകൾ നുരഞ്ഞമരുന്നതും അവൻ അറിഞ്ഞു. ഗുരുവിൻ്റെ അടുത്ത് മാത്രം വെള്ളം ശാന്തമായിരിക്കുന്നു. യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി നിന്നപ്പോൾ അവന് മനസ്സിലായത് ഒരത്ഭുതമാണ്. യേശുവിനെ ഭയം ബാധിച്ചിട്ടില്ല. പത്രോസ് യേശുവിനെ നോക്കിക്കൊണ്ടിരുന്ന നേരത്ത് മാത്രം എല്ലാം ശാന്തമായിരുന്നു. അവൻ്റെ കാലുകൾ വെള്ളത്തിൽ താഴ്ന്നത് പത്രോസ് ഭയത്തോടെ നോക്കി. വള്ളം അവൻ്റെ തൊട്ടു പിന്നിലുണ്ട്, യേശു അവൻ്റെ മുന്നിലും. വെള്ളത്തിൽ നേരെ നിന്ന് നടക്കാൻ ആരും അവനെ സഹായിച്ചതല്ല. പിടിച്ചു നിൽക്കാൻ വേണ്ടി കയ്യിലൊന്നും കരുതിയിട്ടും ഉണ്ടായിരുന്നില്ല. അവനെ അങ്ങനെ നടക്കാൻ പ്രേരിപ്പിച്ചത് അവൻ്റെ വിശ്വാസം. അതാണ് അവനെ വെള്ളത്തിന് മേലെ നടക്കാൻ സഹായിച്ചത്. പൊടുന്നനെ അവൻ വെള്ളത്തിലേക്ക് താഴാൻ തുടങ്ങി. അവൻ ശരിക്കും വെള്ളത്തിൽ മുങ്ങിയില്ല, മുങ്ങാൻ തുടങ്ങിയതേയുള്ളൂ. പെട്ടെന്ന് യേശു അവൻ്റെ അടുത്തെത്തി. പത്രോസിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, യേശുവിൻ്റെ കൈകളിൽ മുറുകെ പിടിക്കുക. പത്രോസ് അവൻ്റെ സ്വാർത്ഥ ചിന്തകൾക്കോ ദുരഭിമാനത്തിനോ ചെവി കൊടുത്തിരുന്നെങ്കിൽ, കൈയൊന്നും പിടിക്കണ്ട, ഞാൻ അവൻ്റെ കൈ പിടിച്ചാൽ എനിക്ക് കഴിവില്ലാത്തവനാണെന്ന് എല്ലാവരും വിചാരിക്കും, ഞാനൊന്നും അവൻ്റെ കൈ പിടിക്കത്തൊന്നുമില്ലെന്നേ എന്ന് ചിന്തിക്കുന്നതിന് പകരം അവൻ യേശുവിൻ്റെ കയ്യിൽ പിടിച്ചു. എന്ന് വെച്ചാൽ യേശുവിൻ്റെ സഹായം സ്വീകരിക്കാൻ അവൻ തീരുമാനിച്ചു. ഒരു സഹായം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ എനിക്ക് സഹായം ആവശ്യമാണ് എന്ന് അംഗീകരിക്കാൻ ഓരോ മനുഷ്യനും താഴ്മയും ലാളിത്യവും വിനയവും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളുടെ സഹായം സ്വീകരിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും ദുരഭിമാനം നമ്മളെ സഹായം സ്വീകരിക്കാൻ തയ്യാറാക്കുകയില്ല. നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആരോടും പറയാതെ, സഹായം തേടാതെ നമ്മുടെ ഉള്ളിൽ വെച്ച് നമ്മൾ പുണ്ണാക്കി അതിനെ പൊട്ടിത്തെറിക്കാൻ അനുവദിക്കും. പലപ്പോഴും അത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും വൈകാരികമായ ആരോഗ്യത്തെയും ബാധിക്കും. ഒപ്പം നമുക്കൊപ്പം ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയും അത് ബാധിക്കും. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. നമ്മൾ ആരോടാണ് സഹായം ചോദിക്കേണ്ടുന്നത്? മറ്റു മനുഷ്യരോടാണ്. നമുക്ക് പോലും മറ്റാരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത വലിയ പ്രശ്നങ്ങളിൽ നമുക്ക് ആരോടാണ് സഹായം ചോദിക്കാൻ കഴിയുക? നമുക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ ദൈവത്തോട് സഹായം ചോദിക്കാനും ദൈവത്തിൽ നിന്നുള്ള സഹായം സ്വീകരിക്കാനും കഴിയുന്ന വിധം താഴ്മയും വിനയവും ലാളിത്യവും നമുക്ക് തരണമേ എന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കണം. കാരണം ദൈവത്തിൻ്റെ സഹായം തേടേണ്ടി വരുന്ന സമയം നമുക്കുണ്ടാകും. അതല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സഹായം കൂടാതെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ കഴിയുകയില്ല. കാരണം അത്രമാത്രം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ പത്രോസ് കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. മത്തായി 14:30. രക്ഷിക്കണമേ എന്ന് പറഞ്ഞപ്പോഴാണ് യേശുവിന് അവനെ രക്ഷിക്കാനായത്. എല്ലാം തകരുന്ന നേരത്ത്, കൂട്ടിയാ കൂടില്ല എന്ന് തിരിച്ചറിയുന്ന സമയത്ത്, ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് പറയാൻ നിങ്ങളുടെ അവിശ്വാസമോ ദുരഭിമാനമോ എന്താണ് നിങ്ങളെ അനുവദിക്കാതിരിക്കുന്നത്? ദൈവത്തോട് ചോദിച്ചാൽ എന്നാ കിട്ടാനാ? ഇതാണോ നിങ്ങളുടെ ഉള്ളിലെ വിചാരം? ദൈവത്തോട് ഒരു സഹായവും ചോദിക്കാൻ മടിക്കണ്ട. നാം ചോദിച്ചാൽ അവന് തരാതിരിക്കാൻ കഴിയില്ല, സഹായിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അവൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ്റെ ജീവൻ കൊടുത്ത്
നമ്മളെ കാത്തു സൂക്ഷിക്കുന്നതാണ്. ഏത് സമയത്തും അവൻ നമുക്കൊപ്പം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവന് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന് പേര് വിളിക്കും എന്ന് പറഞ്ഞത്. കർത്താവിനോട് സഹായം ചോദിക്കാൻ നമുക്ക് ഇന്ന് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി പങ്കുവെച്ചു കൊടുക്കുക. പ്രാർത്ഥന ആവശ്യങ്ങളോ കൗൺസിലിങ്ങോ ആവശ്യമാണെങ്കിൽ 9579119430 എന്ന നമ്പറിൽ വിളിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.